ഹലോ, ഞാൻ പി സി ശശികുമാർ. എല്ലാവർക്കും സിനിമാ കമ്പം ചാനലിലേക്ക് സ്വാഗതം. പലരും പല രീതിയിലാണ് പ്രശ്നങ്ങളോട്, ആരോപണങ്ങളോട് പ്രതികരിക്കാറുള്ളത്. ചിലർ വളരെ കൂളായിട്ട് ആരോപണങ്ങളൊക്കെ നേരിടും. വളരെ സൗമ്യമായിട്ട് മിതമായ ഭാഷയിൽ അവർക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം പറയും. മറ്റു ചിലരാകട്ടെ ആരോപണങ്ങളെ വളരെ അരഗൻ്റായിട്ടാണ് നേരിടുക. എന്നാൽ അങ്ങനെ അരഗൻ്റായി നേരിടുമ്പോൾ പോലും അവർ അതിനുപയോഗിക്കുന്ന ഭാഷ വളരെ വൃത്തിയുള്ളതായിരിക്കും. എന്നാൽ ഇതൊന്നുമല്ലാത്ത വേറെ ചിലരുണ്ട്. അവർക്കെതിരെ എന്തെങ്കിലും ആരോപണങ്ങൾ ഉണ്ടായാൽ അത് ഒരിക്കലും തന്നെ അവർക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരിക്കും. അതുകൊണ്ട് തന്നെ അതിനെ അവർ രൂക്ഷമായിട്ടാണ് നേരിടുക. അതിനുപയോഗിക്കുന്ന ഭാഷയാകട്ടെ അത് തികച്ചും അശ്ലീലവുമായിരിക്കും. ഞാനിതൊക്കെ പറയാൻ കാരണം നമ്മുടെ യൂട്യൂബർ അശ്വന്ത് കോക്കിൻ്റെ കഴിഞ്ഞ ദിവസത്തെ ചില പ്രതികരണങ്ങളാണ്. വളരെ പ്രശസ്തനായ ഒരു യൂട്യൂബറാണ് അശ്വന്ത് കോക്ക്. ലക്ഷക്കണക്കിന് വ്യൂവേഴ്സുള്ള മലയാളത്തിലെ ഏറ്റവും പ്രശസ്തമായ ഒരു യൂട്യൂബ് ചാനൽ. അദ്ദേഹത്തിൻ്റെ സിനിമാ റിവ്യൂ കേൾക്കാൻ വേണ്ടി ആയിരക്കണക്കിന് പ്രേക്ഷകർ കാത്തിരിക്കാറുണ്ട്. സിനിമയെപ്പറ്റി അഭിപ്രായങ്ങൾ പറയുമ്പോൾ വളരെ രൂക്ഷമായ ഭാഷ തന്നെ അദ്ദേഹം ഉപയോഗിക്കാറുണ്ട്. അത് ആ സിനിമയും അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച സിനിമാ പ്രവർത്തകരെയൊക്കെ എത്രമാത്രം എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതൊന്നും അദ്ദേഹം നോക്കാറില്ല. അദ്ദേഹത്തിന് തോന്നുന്ന അഭിപ്രായങ്ങൾ, സിനിമയെപ്പറ്റി തോന്നുന്ന അഭിപ്രായങ്ങൾ കാര്യകാരണ സഹിതം കണ്ണുമടച്ച് പറയുന്ന ഒരു രീതിയാണ് അദ്ദേഹത്തിൻ്റേത്. അദ്ദേഹത്തിൻ്റെ റിവ്യൂകളെല്ലാം തന്നെ ആ സിനിമയുടെ ആസ്വാദനത്തെ ആകമാനം ഉൾക്കൊണ്ടുകൊണ്ട് പൂർണ്ണമായും കൃത്യമാണ് എന്നൊന്നും പറയാൻ കഴിയില്ല. പക്ഷേ എന്നാൽ പോലും അദ്ദേഹത്തിന് നല്ലൊരു വ്യൂവേഴ്സ് ഉണ്ട്. അങ്ങനെയുള്ള അദ്ദേഹം സിനിമ റിവ്യൂ നടത്തുന്നതിന് പണം ചോദിച്ചു എന്ന ഒരു ആരോപണമാണ് കഴിഞ്ഞ ദിവസം ചാനലിലൂടെ അംഗം അട്ടഹാസം എന്ന മൂവിയുടെ പ്രൊമോഷൻ ചർച്ചയിൽ അദ്ദേഹത്തിൻ്റെ നിർമ്മാതാവും അതോടൊപ്പം അതിൻ്റെ നായകനായ മാധവ് സുരേഷും ഉന്നയിച്ചത്. അടിസ്ഥാനമില്ലാത്ത ഒരു ആരോപണം ഏതൊരാൾ ഉന്നയിച്ചാലും അത് ഏതൊരാളെയും പ്രകോപിതനാക്കിയേക്കാം. അതിന് മറുപടി പറയാനുള്ള അവകാശവും അശ്വന്ത് കോക്കിനുണ്ട്. അതുവരെയുള്ളതെല്ലാം ശരി തന്നെ. പക്ഷേ അതിന് മറുപടി പറയാൻ വേണ്ടി അദ്ദേഹം ഉപയോഗിച്ച ഭാഷ എന്നത് നമുക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തതാണ്. അദ്ദേഹം ഇത് അദ്ദേഹത്തിൻ്റെ ചാനലിലൂടെയാണ് പറഞ്ഞത് എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു വശം. ലക്ഷക്കണക്കിന് പേർ അദ്ദേഹത്തിൻ്റെ ചാനൽ കാണുന്നുണ്ട്. അദ്ദേഹത്തിന് അത്രയും സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് താനും. ഇത്രയും സബ്സ്ക്രൈബേഴ്സുള്ള, ഇത്രയും വ്യൂവേഴ്സുള്ള അദ്ദേഹം തൻ്റെ ചാനലിൽ ഇരുന്നു കൊണ്ട് ഇങ്ങനൊരു ഭാഷയിൽ, അതാകട്ടെ തീർത്തും അശ്ലീലവും അസഭ്യവും കലർന്ന ഭാഷയിലാണ് ആ ആരോപണങ്ങൾക്ക് മറുപടി പറഞ്ഞത്. അതിന് എന്ത് ന്യായീകരണം പറഞ്ഞാൽ പോലും അദ്ദേഹത്തിൻ്റെ ആ അശ്ലീല അസഭ്യ ഭാഷണങ്ങൾ കേൾക്കേണ്ടി വന്നവർ ഇവിടുത്തെ പ്രേക്ഷകരാണ്. ആരോപണങ്ങളും വിമർശനങ്ങളൊന്നും ആദ്യമായിട്ടല്ല നമ്മൾ കേൾക്കുന്നത്. ഒരു പരിധിവരെ അശ്വന്ത് കോക്കിൻ്റെ ജോലി തന്നെ വിമർശനമാണ്. അതിലാണ് അദ്ദേഹത്തിന് ഇത്രയും ആരാധന കിട്ടിയത്. ഇത്രയും വിമർശനാത്മകമായിട്ട് കാര്യങ്ങൾ പറയാൻ കഴിയുന്ന അദ്ദേഹത്തിന് നേരെ ഒരു വിമർശനവും അല്ലെങ്കിൽ ഒരു ആരോപണം വന്നപ്പോൾ ഭാഷയിലും അതിൻ്റെ ഉപയോഗത്തിലൊക്കെ വളരെ നൈപുണ്യമുള്ള അശ്വന്ത് കോക്കിന് എങ്ങനെയാണ് പിടിവിട്ടു പോയത്? പെട്ടെന്ന് തന്നെ ചുരുളി ഭാഷ ഉപയോഗിക്കാൻ അദ്ദേഹത്തിനെ പ്രേരിപ്പിച്ചതെന്താണ്? പ്രേക്ഷകൻ ഒരിക്കലും കേൾക്കാൻ പറ്റാത്ത രീതിയിൽ ആ വീഡിയോ മുഴുവൻ തെറി കൊണ്ടും അസഭ്യം കൊണ്ടും അശ്ലീലം കൊണ്ടും നിറഞ്ഞൊഴുകുമ്പോൾ അദ്ദേഹം എന്തുകൊണ്ട് ചിന്തിച്ചില്ല ഇതെല്ലാം കേൾക്കുന്നത്, ഈ വാക്കുകളെല്ലാം കേൾക്കേണ്ടി വരുന്നത് തന്നെ വിശ്വസിച്ച് തൻ്റെ സബ്സ്ക്രൈബേഴ്സായ 10,000 പേരാണെന്ന്. അതിൽ യുവാക്കളുണ്ട്, കുട്ടികളുണ്ട്, പ്രായമായവരുണ്ട്, സ്ത്രീകളുണ്ട്. ഒരു വീട്ടിൽ തന്നെ അച്ഛനും അമ്മയും മക്കളും എല്ലാം ഉണ്ട്. ഇവരുടെ വീട്ടിലുള്ള ടി വിയിലും കൈകളിലുള്ള ഫോണുകളിലെല്ലാം തന്നെ ആദ്യത്തെ ക്ലിക്കിൽ തന്നെ വരുന്നത് അശ്വന്ത് കോക്കിൻ്റെ സിനിമാ നിരൂപണങ്ങളാണ്. അങ്ങനെയുള്ള ഒരാളാണ് പെട്ടെന്ന് പ്രകോപിതനായി തൻ്റെ ചാനലിലൂടെ പൊതുസമൂഹത്തിനോട്, തൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് തനിക്ക് നേരെയുള്ള ആരോപണങ്ങൾക്ക് മറുപടി എന്ന പേരിൽ ഈ അശ്ലീല ഭാഷണം നടത്തുന്നത്. ഇത് സത്യത്തിൽ മാധവ് സുരേഷിനെയോ അതിൻ്റെ നിർമ്മാതാവിനെയോ അല്ല അദ്ദേഹം അസഭ്യം പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ അവരെയാണ് അദ്ദേഹത്തിന് ചീത്ത പറയേണ്ടതെങ്കിൽ അദ്ദേഹത്തിന് അത് അവരെ നേരിട്ട് ഫോൺ വിളിച്ചോ അല്ലെങ്കിൽ നേരിട്ട് കണ്ടോ അദ്ദേഹത്തിന് അത് ചെയ്യാമായിരുന്നു. കാരണം അതൊരു സ്വകാര്യ കാര്യം മാത്രമാണ്. അത് അവിടെ അദ്ദേഹത്തിന് ചീത്ത പറയണമെങ്കിൽ ചീത്ത പറയാം, അശ്ലീലം ഉപയോഗിക്കണം അശ്ലീലം ഉപയോഗിക്കാം, എന്ത് ചെയ്യാം. എന്നാൽ ഒരു ചാനലിൽ ഇരുന്നു കൊണ്ട് ഒരു പൊതുസമൂഹത്തോട് വിളിച്ച് പറയുമ്പോൾ ചില മര്യാദകളുണ്ട്, ചില നിയന്ത്രണങ്ങളുണ്ട്. വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കേണ്ടതുമുണ്ട്. വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്ന രീതിയിൽ ഇങ്ങനെ വിളിച്ച് പറയുന്നത് തീർച്ചയായും ശരിയല്ല എന്ന് തന്നെയാണ് അഭിപ്രായം. പണം വാങ്ങി എന്ന ഒരു ആരോപണമുണ്ടെങ്കിൽ അത് ആരോപണങ്ങൾക്ക് അദ്ദേഹം മറുപടി പറയട്ടെ, അല്ലെങ്കിൽ തെളിവുകൾ ഹാജരാക്കാൻ ആവശ്യപ്പെടട്ടെ. എന്നാൽ അതിന് പകരമായി ഈ ഒരു അവസരം ഉപയോഗിച്ചുകൊണ്ട് തൻ്റെ ചാനലിലൂടെ നടത്തിയ തെറി വിളയാട്ടം ഒരു സംസ്കാരമുള്ള മനുഷ്യന് ചേർന്നതല്ല, ഒരു സംസ്കാരമുള്ള പുരോഗമന സമൂഹം അംഗീകരിക്കുന്നതുമല്ല.
ഒരുപക്ഷെ അദ്ദേഹം നടത്തിയ സിനിമാ റിവ്യൂസിനേക്കാൾ കൂടുതൽ വ്യൂസും യൂട്യൂബിൽ നിന്ന് പണമൊക്കെ ഈ ഒരു ഒറ്റ വീഡിയോയുടെ പേരിൽ അദ്ദേഹത്തിന് കിട്ടിയേക്കാം. എന്നാൽ ഈ ഒരു വീഡിയോ വീടുകൾക്കുള്ളിൽ വലിച്ചെറിഞ്ഞ അശ്ലീലത്തിൻ്റെയും അസഭ്യത്തിൻ്റെയും മാലിന്യം അശ്വന്ത് കോക്ക് ഇനി ഒരു 100 വീഡിയോ ചെയ്താൽ പോലും തൂത്തുകളയാൻ കഴിയില്ല. എത്ര പ്രകോപനമുണ്ടായാലും ഒരു ചാനലിന് മുന്നിൽ നിന്നുകൊണ്ട് പൊതുസമൂഹത്തോട് പറയുമ്പോൾ നാം വളരെയധികം ശ്രദ്ധിക്കേണ്ടത് തന്നെയുണ്ട്. കാരണം നാം സംസാരിക്കുന്നത് നമ്മുടെ മുറിക്കുള്ളിൽ ഇരുന്നാണെങ്കിൽ പോലും അത് കേൾക്കാനും ഉൾക്കൊള്ളാനും തയ്യാറായി നമ്മളെ വിശ്വസിക്കുന്ന, നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേർ പുറത്തുണ്ട് എന്നുള്ള കാര്യം ഒരിക്കലും വിസ്മരിക്കരുത്. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം.